നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോജിക് കമ്പനി സമർപ്പിച്ച ഹർജിയിൽ ഇന്നായിരിക്കും കർണാടക ഹൈക്കോടതി ഇടക്കാല വിധി പുറപ്പെടുവിക്കുക. വീണ വിജയനൊപ്പം CPIM നെഞ്ചെടുപ്പ് തുടർന്നു വരികയാണ്. വീണയ്ക്കെതിരെ അന്വേഷണം തുടരുവാനാണ് വിധിയെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് CPIM കടുത്ത സമ്മർദ്ദത്തിലാകും. മുഖ്യമന്ത്രിയെയും മകളെയും ന്യായീകരിക്കാൻ തയ്യാറാക്കിയ ക്യാപ്സ്യൂളുകൾ ഒന്നും ഇനി പോരാത്ത അവസ്ഥയുമുണ്ടാകും. അതുകൊണ്ട് തന്നെ വിവിധ കോണുകളിൽ ആശങ്ക നിറയുകയാണ്. ഇന്നുച്ചയ്ക്ക് ജസ്റ്റിസ് M നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഇടക്കാല വിധി പറയുക. കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയയായി നിൽക്കുന്ന പ്രധാനി. അതിനാൽ തന്നെ ഇടക്കാല വിധി വീണയ്ക്ക് നിർണായകം തന്നെ. കമ്പനി കാര്യ നിയമത്തിലെ ചട്ടം 210 പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായും സഹകരിച്ചിട്ടും അതേ നിയമത്തിലെ ചട്ടം 212 പ്രകാരം സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ല എന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം. അതേസമയം ROC അന്വേഷണം റിപ്പോർട്ടിൽ അടക്കമുള്ളതാകട്ടെ വീണയുടെ കമ്പനിയുടെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പ്രയാണം വളരെ ബുദ്ധിമുട്ടേറിയതാകും. രണ്ട് സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നതെന്ന് പോലും അറിയില്ല എന്നാണ് വീണയുടെ കമ്പനിയുടെ പ്രധാന വാദം. അങ്ങനെയാണെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല. SFIO പോലെ തന്നെ ഏജൻസിയിൽ നിന്നും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRLന്റെ ഇടപാടിൽ നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായത്. SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കൂളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് CMRL വഴി 135 കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ 1.72 കോടി രൂപ വീണ വിജയന്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ നൽകിയെന്നും തെളിവിലുണ്ട്. വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയിലുള്ള ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്തുവാൻ SFIO പോലുള്ള സംവിധാനം ആവശ്യമായതിലിരിക്കെ തന്നെയാണ് അന്വേഷണത്തിലേക്ക് നീങ്ങിയതെന്നും ASG വാദിച്ചു. വാദങ്ങൾ വിശദമായി കേട്ട കോടതി SFIO ചോദിച്ച രേഖകൾ നൽകുവാനും അന്വേഷണവുമായി സഹകരിക്കുവാനും എക്സാലോജിക്കിന് നിർദ്ദേശവും നൽകിയിരുന്നു. കേസിൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങരുതെന്ന് SFIOയ്ക്കും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ 3 ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡും രജിസ്ട്രാർ ഓഫ് കമ്പനീസും ROCയും സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഈ 3 അന്വേഷണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. 3 വർഷം മുൻപ് വീണയുടെ എക്സാലോജിക്കിനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ പലതവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ അടക്കമുള്ളവ തിരക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയം കേരളത്തിൽ ചർച്ചയായത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാത്രമാണ്. 2020 നവംബർ മാസം മുതൽ വീണയുടെ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു. കർണാടക ROCയുടെ അന്വേഷണമായിരുന്നു നടന്നത്. അന്നെല്ലാം പലതവണ വീണയുടെ കമ്പനിക്ക് സമൻസും അയച്ചു കൊടുത്തു. കൂടാതെ വിശദീകരണങ്ങളും തേടി. എന്ത് സോഫ്റ്റ്വെയർ സഹായം നൽകി എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും അതിനൊന്നും വ്യക്തമായ മറുപടിയും നൽകിയില്ല. GST അടച്ചിട്ടുണ്ടെന്ന വിശദീകരണം മാത്രമായിരുന്നു വീണയുടെ കമ്പനി നൽകിയത്. 2021 ജനുവരി 9 ആദ്യ നോട്ടീസ് അയച്ചത്. തുടർന്ന് 11/8/2023 പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ വീണയ്ക്കും കമ്പനി ഓഡിറ്റർക്കും അയച്ചു കൊടുക്കുന്നത്. പിന്നീട് 8/9/2023 വീണ തൃപ്തികരമല്ലാത്ത ഒരു മറുപടിയും നൽകി. 29/12/2023 കമ്പനീസ് ആക്ട് പ്രകാരം കേസെടുക്കുകയും അന്വേഷണം വിപുലപ്പെടുത്തുകയും ചെയ്തു. തുടർന്നിങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ ROC നടത്തിയ അന്വേഷണ വിവരങ്ങളാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. തന്റെ കമ്പനിക്കെതിരെ ROC അന്വേഷണം നടക്കുന്നുണ്ടെന്നും അതുകൊണ്ട് SFIOയുടെ അന്വേഷണം വേണ്ടെന്നും കാണിച്ച് സമർപ്പിച്ച ഹർജിയിൽ ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വീണയ്ക്ക് തന്നെ കുരുക്കാകുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതോടെ SFIO നടത്തിയ സാമ്പത്തിക അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും കോടതിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണം കോടതി സ്റ്റേ ചെയ്യുമോ എന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. അതേസമയം വിധി മറിച്ചായാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പുകളും റെഡിയാണ്. പിണറായി വിജയന്റെ കിക്ക്
റെസ്പോൺസ് ടീം ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുമുണ്ട്. രാഷ്ട്രീയമായി കൂടി CPIM ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിധിയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും വരാനിരിക്കുന്നത്.